നമ്മൾ ഒരു വിശേഷം കേൾക്കാൻ പോവാണ്. അതായത് ശ്രീദേവി ചേച്ചി ഒരു ഡാൻസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി കാണും? ഞാൻ ഡാൻസിലേക്കായിട്ട് തിരിഞ്ഞതല്ല. സത്യം പറയുകയാണെങ്കിൽ ഓർമ്മച്ച നാളെ നമുക്കൊരു 4 വയസ്സ് 3 വയസ്സിലൊക്കെ ഓർമ്മ തുടങ്ങില്ലേ, അന്ന് മുതൽക്കേ ഞാനൊരു ഡാൻസറാണ്. അതായത് ആനത്തലയോളം വെണ്ണതരാമെടാ എന്നുള്ള പാട്ടുണ്ട്. അത് കളിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡാൻസ് ചെയ്തത്. പിന്നെ എനിക്ക് എന്നും ഡാൻസ് ചെയ്യണം, എന്നും ഡ്രസ് ചെയ്യണം, എന്നും സ്റ്റേജിൽ കയറണം, എല്ലാവരും മുമ്പിലും ഡാൻസ് ചെയ്യണം. ഇതായിരുന്നു ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഓടി വന്നു ചെയ്തു പറഞ്ഞില്ലേ. അതെ അതെ, അതന്നെയാണ് എന്റെ കുട്ടിക്കാലം. അപ്പൊ മോനിഷയുടെ കൂടെ ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോ ഈ ഒരു സംഭവം മിസ്സായിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളും ചേച്ചിയുടേതായിട്ടുള്ള ഒരു സമയം ഇല്ല. ഞാനും മോനിഷയും കൂടി ഡുവേറ്റ് കുറെ ചെയ്തിട്ടുണ്ട് മോഹിനിയാട്ടം. അത് കഴിഞ്ഞിട്ട് 92 മോനിഷ പോയി. അപ്പൊ പിന്നെ എന്ത് എന്നുള്ള ഒരു വല്ലാത്ത ശൂന്യത. അപ്പോ എൻ്റെ ഭർത്താവും എന്നെ കുറച്ച് വേണ്ടപ്പെട്ടവരെ കൂടി തീർച്ചയാക്കിയിട്ടാണ് ഈ നൃത്യവേദിയിലെ മോനിഷ ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കിയത്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി. അവിടുന്ന് മുതൽക്ക് ഈ 31 വർഷം മോനിഷയ്ക്ക് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്തു, മോനിഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. എൻ്റെ കല, എൻ്റെ ഡാൻസ്, എൻ്റെ ഡ്രസ്സിങ് ആവട്ടെ, എൻ്റെ സംസാരം, എന്തും എല്ലാം ഞാൻ മോനിഷയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് എപ്പോഴും തോന്നുന്നു ഇത് ഞാനല്ല, ഇത് മോനിഷയാണ്. മോനിഷയ്ക്ക് ജീവിക്കാൻ ഒരു ശരീരം. അങ്ങനെ ഞാൻ ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് എൻ്റെ സ്വന്തം സങ്കല്പം. ഞാൻ എന്നിൽ തന്നെ ഇമ്പോസ് ചെയ്തതാണ്. എന്തിന്? സൊസൈറ്റിക്ക് വേണ്ടി, മറ്റുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ആയത്. 31 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് ചെയ്യാനൊന്നും വയ്യ, കുറച്ച് കാലമൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് ആ മുഖം കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ മയക്കുകയാണല്ലോ. അത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോ പ്രത്യേകിച്ചും എക്സ്പ്രഷൻസ് അല്ലേ, ലാസ്യഭാവം. ഭാവങ്ങളല്ലേ കൂടുതൽ വേണ്ടത്. പിന്നെ അതിനൊരു സ്വാതന്ത്ര്യം കൂടുതലല്ലേ. അതാണ് ഭരതനാട്യത്തിന്റെ മാതിരി റെസ്ട്രിക്റ്റഡ് അല്ല അഭിനയം കൂടുതലുകൊണ്ട് എനിക്ക് കുറച്ച് അഭിനയം കൂടി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ മോഹിനിയാട്ടം കൊണ്ട് നടക്കുന്നു. ആൻഡ് ശ്രീദേവി ചേച്ചിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട് അല്ലേ? അതിനെ കുറിച്ച് നമുക്ക് കേൾക്കണം എന്ന് താല്പര്യമുണ്ട്. ഇനിയിപ്പോ ഞാനൊരു യൂണിവേഴ്സലായിട്ട് ഒരു പ്രോജക്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് അതിൽ റിലിജൻ ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നമ്മളുടെ ഒരു ഭാരതത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും അതിൽ കൂടുതൽ. പിന്നെ ഒരു വലിയൊരു ഒന്ന് ഷെയർ ചെയ്യാനുണ്ട് എനിക്ക്. ഗാന്ധാരി വിലാപം, എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം ചെയ്തപ്പോൾ അതൊരു ഡാൻസ് ഡ്രാമയായിട്ടാണ് ചെയ്തത് മോഹിനിയാട്ടത്തിൽ. അതിൽ കുരു സ്ത്രീകളൊക്കെ കൂടി വന്നിട്ട് ഗാന്ധാരി അമ്മയോട് ചോദിക്കുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു, സഹോദരൻ മരിച്ചു ആ യുദ്ധത്തിൽ അല്ലേ. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവരും ആണുങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എല്ലാവരും. അപ്പം സ്ത്രീകളൊക്കെ ഒറ്റപ്പെടുകയാണ്. അപ്പം അവർ പോയിട്ടാണ് ഈ കണ്ണ് കെട്ടി നിൽക്കുന്ന ഗാന്ധാരി അമ്മയുടെ അടുത്ത് പോയിട്ട് കരയണത്. അമ്മേ സുബലജേ എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. ഇനി ചെമ്മേ പൊറുക്കുന്നതെങ്ങനെ, ഞാൻ എങ്ങനെ ഇതൊക്കെ പൊറുക്കണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അമ്മ പറയാന്ന് പറയണം. അപ്പം മക്കൾ ഓടി ചെല്ലണത് അമ്മയുടെ അടുത്താണ് പ്രോബ്ലം തീർക്കാൻ. അപ്പം ആ അമ്മ എന്ത് പറയും? അപ്പം അമ്മയുടെ അമ്മയുടെ ഗുരു പറയാണ്, നീ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഇനി മക്കളെ കാണുന്നുണ്ടെങ്കിൽ നീ ആ യുദ്ധക്കളത്തിൽ ശവം പോയി കണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അതും കാണാൻ പറ്റില്ല. അങ്ങനെ ഈ ഗാന്ധാരി, ഈ അമ്മയുടെ കാര്യം ഞാൻ പറയണേ, ആ ഗാന്ധാരി എന്ന അമ്മ ഈ യുദ്ധക്കളത്തിൽ പോയിട്ട് ഓരോരോ കുഞ്ഞുങ്ങളെയും തെരഞ്ഞു കറിയാ. അവിടെ 3 മെസ്സേജസ് എനിക്ക് തരാനുണ്ട്. ആദ്യം ഉണ്ണി മകനെ ദുര്യോധന എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അപ്പൊ ആ ഉണ്ണി മകൻ ആരായിരുന്നു? ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വളരെ ഒരു ഹാർഡായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, ഒരു വില്ലനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദുര്യോധനൻ. പക്ഷേ ഒരു വില്ലനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അമ്മയ്ക്ക് മകൻ തന്നെ. അതൊരു ഇതാണ്. പിന്നെ നമ്മുടെ വാർ ആൻഡ് വയലൻസ്, യുദ്ധം ഉണ്ടായാലും കലാപങ്ങൾ ഉണ്ടായാലും നമ്മുടെ ആണുങ്ങളാണ് മരിച്ചു പോണത് അധികം. അപ്പോഴും എഫക്റ്റഡ് ആവാനാണ് സ്ത്രീകൾ. അതാണ്. പിന്നെ മൂന്നാമത്തെ എൻ്റെ പേഴ്സണലായിട്ടൊരു സന്ദേശം എനിക്ക് തോന്നണത്, 100 മക്കൾ മരിച്ചു, 101 മക്കളാണല്ലോ, അല്ല 100 മക്കളും മരിച്ചു. 100 മക്കൾ മരിച്ചപ്പോഴും ദുഃഖം അമ്മയ്ക്ക്. ഒരു കുട്ടി പോയാലും 100 മക്കൾ പോയാലും അമ്മയുടെ ദുഃഖം എന്നും ആ ദുഃഖം തന്നെയാണ്. അതാണ് ഇങ്ങനെ ഒരു 3 സന്ദേശമായിരുന്നു ഞാൻ ഈ ഗാന്ധാരി വിലാപത്ത്. ഇതിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റാണ്. ഞാൻ കർണാടകത്തിൽ കുറേ സ്ഥലത്ത് ചെയ്തു, ഗുരുവായൂർ ചെയ്തു, പല സ്ഥലത്തും ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ
മനസ്സിന് സന്തോഷമുള്ള മാതിരി ഇത്രയും ഈ 31 കൊല്ലത്തെ എൻ്റെ പ്രോജക്ട്സ്, അതെ, യാത്രകളിൽ പെട്ട ഒരു സ്റ്റേഷൻ ഇതായിരുന്നു. സൂപ്പർ.